തന്നിട്ട് പോയാൽ മതി. നീ ഇതിനുള്ളൊരു തെളിവ് തന്നിട്ട് പോയാൽ മതി. നീ ബിഗ് ബോസ് കണ്ടിട്ടാണോ അനീഷ് നോട്ട് പിടിക്കുന്നത്? അതോ അവരുടെ പൈസ മേടിച്ചിട്ടോ? പൈസ മേടിക്കുന്നത് നീ കണ്ടോ? ആണോ അല്ലയോ? എടാ പൈസ മേടിക്കുന്ന നീ കണ്ടോ? നിന്റെ തെളിവുണ്ടോടാ? നിന്റെ തെളിവുണ്ടോന്ന്? നീ തെളിവ് വിടറാ. നീ ബിഗ് ബോസിൽ അനീഷിന്റെ ഒരു നല്ല ഗെയിം മൊമെന്റ് പറഞ്ഞിട്ടൊന്ന് ഓട്ടി ചോദിക്കും. എങ്ങനെ ഗെയിം മൊമെന്റോ? ബിഗ് ബോസിൽ അനീഷ് ചെയ്തൊരു നല്ല 4 ഗെയിമിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വോട്ട് ചോദിച്ചു. അതിന്റെ ആവശ്യം അതിന്റെ എന്താ അനുമോളിൽ നീ പി ആർ ചെയ്യുന്ന പോലെ എനിക്ക് പി ആർ ചെയ്യേണ്ട കാര്യമില്ല. അഖിലെ, ഒന്നാമത്തെ കാര്യം, ഞാൻ ബിഗ് ബോസ് 100 ദിവസം അല്ലല്ല ഞാൻ പറയുന്നതെന്ന് കേക്ക്. ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്കടാ. ഞാൻ അങ്ങോട്ട് പറയുന്ന അങ്ങോട്ട് കേക്കടാ. വാപ്പ നിന്റെ തന്തേനാണ് ഞാൻ വിളിച്ചത്. നീ എന്താ വാപ്പാക്കെല്ലാം പറയുന്നത്? നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ. അഖിലെ, നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ? എന്ത് സ്റ്റാൻഡേർഡാണ് നിനക്കുള്ളത്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഒരാളെ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാളെ തന്തക്ക് വിളിക്കലാന്നോടാ നിന്റെ മാന്യത? ഇതാണോടാ നിന്റെ സ്റ്റാൻഡേർഡ്? തോക്കുമ്പോ തന്തക്ക് വിളിക്കലാണോ നിന്റെ സ്റ്റാൻഡേർഡ്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വലിയ കൊളാണ്ടറാണല്ലോ. നീ എന്താ മാന്യമായിട്ട് തിരിച്ച് സംസാരിക്കേണ്ടത്? മൊത്തമായിട്ട് കേട്ടു. നീ പറഞ്ഞത് ഞാൻ കേട്ട കാര്യം ഞാൻ പറയട്ടെ. കണ്ടു നിന്റെ വീഡിയോ ഞാൻ കണ്ടു. അതിൽ നീ ആദ്യം പറയുന്നു തൊപ്പി അനീഷിന് ഇപ്പൊ പെട്ടെന്ന് പി ആർ ഉണ്ടാക്കാൻ നടക്കുന്നു. ചിലപ്പം അത് വേറെ കണ്ടസ്റ്റന്റിന്റെ ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പൈസ വാങ്ങിയിട്ടായിരിക്കാന്ന് പറഞ്ഞു. കേക്ക് ആയിരിക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നീ ഒരു സെന്റൻസ് പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം ജിൻഡോന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാ പി ആർ ചെയ്തത്. അതിന്റെ തെളിവാണ് എനിക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ പറയുന്നത് അനുമോളുടെ നീ പൈസ വാങ്ങിയിട്ട് പി ആർ ചെയ്തത്. അതിന് തെളിവില്ലാണ്ട് എനിക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാലോ. ഞാൻ അങ്ങനെ പറയുന്നുണ്ടോ? നിന്നെ പോലെ തേർഡ് റേറ്റ് പരിപാടി ഞാൻ കാണിക്കുന്നുണ്ടോ? എനിക്കെന്താ പ്രശ്നം? പണം തന്നവൻ ജിൻഡോയുടെ പി ആർ ചെയ്തു പബ്ലിക്കായിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ റെപ്രസെന്റ് ചെയ്തിട്ട് ആര് പറഞ്ഞു? നിനക്ക് പണം കൊടുത്ത് ചെയ്താണെന്ന് പറയുന്നു. നീ അത് ചെയ്തു പബ്ലിക്കില് അല്ല. പണം കൊടുത്തതിനൊക്കെ അതിനൊരു സ്റ്റേറ്റ്മെന്റോ അതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടാവല്ലോ. പണം തന്നതിനൊരു തെളിവുണ്ടാവല്ലോ. ആ തെളിവ് കാണിക്കാനേ പൊന്നുപോലെ ഞാൻ പറയുന്നുള്ളൂ. എടാ ഞാൻ ലോജിക്കലായിട്ടൊരു കാര്യം അങ്ങോട്ട് ചോദിക്കുന്നത്. ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കുമ്പോ തിരിച്ച് വാപ്പാനെ വിളിക്കലും തന്തക്ക് വിളിക്കലും എവിടെ പോയടാ നിന്റെ സ്റ്റാൻഡേർഡ്? അഖിലെ, നീ പണ്ട് വലിയ ഭയങ്കര സ്റ്റാൻഡേർഡ് പറയുന്ന ആളാണല്ലോ. നീ ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ. നിന്റെ സ്റ്റാൻഡേർഡ് ഇപ്പൊ എവിടെ പോയടാ? ഞാൻ പൈസ വാങ്ങിയതിന്റെ തെളിവ്, ലോജിക്കലായിട്ടുള്ള തെളിവ് ഞാൻ ചോദിക്കുമ്പോ തന്തക്ക് വിളിക്കുന്നതാണോ നിന്റെ സ്റ്റാൻഡേർഡ്? എടാ പോടാന്ന് വിളിക്കാൻ പറ്റാണ്ട് നീ ആരാ? ജഡ്ജിയോ? എടാ പാടാന്ന് നിന്നെ വിളിക്കാൻ പാടില്ലേ? എന്താ എടാ പോടാ? നിന്നെ എടാന്ന് വിളിക്കൂടാ. കള്ളന്മാരെടാന്ന് വിളിക്കും. കള്ളത്തരം പറയുന്നവരെ എടാ പോടാന്ന് വിളിക്കും. അതിനെന്താ നിനക്ക് റെസ്പെക്ട് ചെയ്യണം? എന്താ പീനൽ കോഡിലാണ്, ഇന്ത്യൻ പീനൽ കോഡിലുണ്ട് നിന്നെ റെസ്പെക്ട് ചെയ്യണമെന്ന്. എന്താടാ? നീ എന്നെ വിളിച്ചിട്ട് കാര്യം ചോദിക്കുമ്പോൾ ചോദിക്കുന്ന കാര്യത്തിൽ ഊന്നി സംസാരിക്കണം. ആ കാര്യം തന്നെയല്ലേ സംസാരിച്ചത്? ആക്ഷേപിച്ചുകൊണ്ടല്ല സംസാരിക്കേണ്ടത്. എന്താ കേട്ടില്ല ഒന്നുകൂടി. നീ എന്റെ അടുത്ത് സംസാരിക്കുമ്പോ നീ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയമായിരിക്കണം ചോദിക്കേണ്ടത്. വിഷയം ഞാൻ ആദ്യം കോൾ എടുത്തപ്പോ ആദ്യം ചോദിച്ച ചോദ്യം തെളിവാണ്. ആണോ? എടാ പോടാന്ന് എപ്പോഴാണ് വിളിച്ചത്? ആദ്യം ഞാൻ കാര്യമാണ് ചോദിച്ചത്. മാരാറെ, ഞാൻ പറയുന്ന കേക്ക്. ഞാൻ അങ്ങോട്ട് പറയുന്നത് ആദ്യം കേക്ക്. ഓക്കെ, ആര്? വിനു ചിലപ്പോ നിന്റെ ഫ്രണ്ട് ആയിരിക്കാം. വിനുവിനെ വിളിച്ച വിനു പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് പറയാം. അതിന്റെ തെളിവ് എവിടെ? തെളിവില്ലാണ്ട് നീ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കൊണക്കും? ഒന്നാമത്തെ കാര്യം, എന്റെ ഫ്രണ്ടോ നിന്റെ ഫ്രണ്ടോ എന്നുള്ളതല്ല. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം സംസാരിക്കാത്ത നീ വന്ന് അനീഷിന് വേണ്ടി വോട്ട് ചോദിക്കുമ്പോ അതിന്റെ പിന്നിൽ 3 കാരണങ്ങൾ ഉണ്ടാകാം. ഇതാണ് എന്റെ വീഡിയോയിൽ പറഞ്ഞത്. ഓക്കെ, അത് ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞ കാര്യം കൂടി അതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഈ 3 കാരണങ്ങളല്ലാതെ മറ്റൊരു കാരണം നിനക്കുണ്ടെങ്കിൽ ആ കാരണം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആയിരിക്കും, പൈസ ആയിരിക്കാം. അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടാമത് ജിൻഡോന്റെ വിഷയത്തിലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം ജിൻഡോന്റെ കയ്യിൽ തൊപ്പി പൈസ വാങ്ങിയിട്ടുണ്ട്. ജിൻഡോയുടെ പി ആർ കൊടുത്തവൻ എന്നോട് പറഞ്ഞ കാര്യമാണ്. തൊപ്പിയെ കൊണ്ട് ഞാൻ ജിൻഡോയ്ക്ക് വോട്ട് ചോദിപ്പിച്ചിട്ടുണ്ട്. പൈസ കൊടുത്ത് ജയിപ്പിച്ചെന്ന് പറഞ്ഞോ? പൈസ വാങ്ങിയെന്ന് പറഞ്ഞോ? അവനാണ് ഇത് അങ്ങനെ പി ആർ എന്ന് പറഞ്ഞ ആ പി ആർ നീ എന്താ ഉരുളെന്ന്? അഖിലെ, നീ എന്താ ഉരുളെന്ന്? നീ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയടാ. നീ എന്താ ഈ ഉരുളെന്ന്? കാര്യം ക്ലിയർ ആയിട്ട് പറ. വിനു പറഞ്ഞോ ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ടെന്ന്?
അങ്ങനെ തന്നെയല്ലേടാ നിന്നോട് ഞാൻ തുടക്കം തൊട്ടേ പറയുന്നത്. അതിന്റെ ഒരു കോൾ റെക്കോർഡോ എന്തെങ്കിലും ഒന്ന് കേൾപ്പിച്ചാ നീ. അതിന്റെ ഒരു കോൾ റെക്കോർഡ് നീ ഒന്ന് കേൾപ്പിച്ചാ. അല്ലെങ്കിൽ നീ ഇപ്പൊ വിനുവിനൊന്ന് ആഡ് ചെയ്യും. വിനുവിനൊന്ന് ആഡ് ചെയ്ത് നീ വിളിയടാ. നീയല്ലേ തെളിവ് നിരത്തുന്ന ആള്, നീയല്ലേ തെളിയിക്കേണ്ട ആള്. എടാ നീയല്ലേ ആരോപണം ആരാ ഇറക്കുന്നത്? ഞാനാണ് ആരോപിക്കുന്നത്. എന്താ എന്റെ കൂട്ടുകാരന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ല നീ വിഷയത്തിൽ നിന്ന് തെറ്റുന്നാക്കില്ലേ. നീ എന്തിനാ എന്റെ കൂട്ടുകാരെ പറയേണ്ട കാര്യം? നീ എപ്പോഴാ നീ ഇങ്ങനെ ആയത്? ഇപ്പൊ കൂട്ടുകാരെ പറയല്, വാപ്പാനെ പറയല്, ഇതൊക്കെയാണോ അഖിലെ? വിഷയത്തിലേക്ക് ആകില്ലേ? നീ തെളിയിക്ക്. ഞാൻ പൈസ വാങ്ങണ നീ തെളിയിക്കടാ. നീ നല്ല കോണാണല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. നീ വല്ലവന്റെ കയ്യിൽ നിന്ന് കാശും മേടിച്ച് നീ അവിടെ ഇവിടെ കിടക്കുന്നതിന് വേണ്ടിട്ട് PR പണി എടാ നീ പൈസ വാങ്ങി വീണ്ടും പച്ച നുണ പറയുന്നു നിന്റെ നാവ് എടുത്തിട്ട്. ഇതിനൊരു തെളിവില്ലാണ്ട് നീ എങ്ങനെ പറയും? എന്നാ ഞാൻ പറയുന്നു അനുമോളുടെ കൂടെയുള്ള ഷുക്കൂർ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു അഖിൽ മാറാട് പൈസ വാങ്ങിയിട്ടുണ്ട്. എനിക്കങ്ങനെ പറയാവോ? എനിക്കങ്ങനെ പറയാവോ? ഓ അപ്പം തെളിവും അങ്ങനത്തെ തെളിവിന്റെ അടിസ്ഥാനത്തിലൊന്നല്ല. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും പറയാം അല്ലെ? അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറയാം. അങ്ങനെയാണോ? അപ്പൊ നീ എന്തൊക്കെ കാണിച്ചു? കാണിച്ചിട്ടാ ബിഗ് ബോസിൽ? നാണമില്ലാടാ. എനിക്കൊന്നുമില്ലെങ്കിൽ ഡിഗ്നിറ്റി ഉണ്ടടാ. ഞാൻ എന്തിനെങ്കിലും എതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരെ നിൽക്കും, സ്റ്റാൻഡിൽ നിൽക്കും. നിന്നെ പോലെ ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പോയിട്ട് ഊമ്പിയിട്ടില്ല. മനസ്സിലായടാ? നീ എന്റെ ഭാഷ എടുത്തിടുന്നേ. നിന്റെ ഭാഷ ഞാൻ എടുത്തിടട്ടടാ. അഖിലെ നിന്റെ ഭാഷ ഞാൻ എടുത്തിടട്ടെ. എല്ലാ മുത്തുമണിന്നോ? ഇപ്പൊ മുത്തുമണിയായോ? നിന്റെ പാസ്റ്റിന്റെ കാര്യം ഞാൻ പറയാൻ വന്നപ്പോഴേക്കും നീ എന്നെ മുത്തുമണി എന്ന് വിളിക്കാൻ തുടങ്ങിയടാ. ഞാൻ ചേട്ടാന്ന് തന്നെയാണ് നിന്നെ വിളിച്ചു തുടങ്ങിയത്. നിന്നെ ചേട്ടാന്ന് വിളിച്ചിട്ട് തന്നെ ഞാൻ തുടങ്ങിയത്. റെസ്പെക്ട് കൊടുക്കേണ്ട അടുത്ത് കൊടുക്കാനും ഒക്കെ അറിയാം. നീ തെണ്ടിത്തരം കാണിച്ചോണ്ടല്ലേടാ നിന്നെ എടാ പോടാന്ന് വിളിക്കാൻ തുടങ്ങിയത്. 4 ദിവസം മുന്നേ ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചത് എത്രയോ കാലം മുന്നേ. 4 ദിവസം മുന്നേ എന്താ? ഒരു മിനിറ്റ് നോക്കട്ടെ. ഹേയ് ബ്രോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ്. യെസ് ഡിയർ. ശരി. ഞാൻ അല്ല, എന്റെ മാനേജർ അയച്ചതാ നിങ്ങളെ ലൈവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. നിങ്ങൾ അത്രയും നല്ല മനുഷ്യനാന്ന് ചോദിച്ചിട്ട്. ഓക്കെ, ഹേയ് ബ്രോ എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്നൊക്കെ അല്ല, അത് ഞാൻ ലൈവിൽ കാണിക്കട്ടെ ഗൈസ്. ഇതാ ഹേയ് ബ്രോ എന്ന് ഒക്ടോബർ 30 അയച്ചിട്ടുണ്ട്. യെസ് ഡിയർ എന്ന് തിരിച്ചു അയച്ചിട്ടുണ്ട്. മൂന്ന് വർഷം മുന്നേ അല്ല 2 വർഷം മുന്നേ അല്ല 2 വർഷം മുന്നേ. അതും കൂടി പറ, ടൈം പീരീഡും കൂടി പറഞ്ഞോനാ. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ പറഞ്ഞ പാസ്റ്റ് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞതാ. പറഞ്ഞത് പാസ്റ്റ് എന്ന്. ബിഗ് ബോസിൽ പോയ ഞാൻ എന്നെ ജനമല്ലേ ജയിപ്പിച്ചത്. ആണ്. അതിനെന്താ? ഞാനടക്കമുള്ള ആളല്ലേ നിന്നെ ജയിപ്പിച്ചത്. അതിനിപ്പോ എന്താ? അതിന് നിന്നെ ഒരു തെറ്റും ഞാൻ പറയുന്നില്ല. നീ ബിഗ് ബോസ് ജയിച്ചത് ഫെയർ ആയിട്ട് തന്നെയാ. ശരിയാണ്, നീ ബിഗ് ബോസിൽ ജയിച്ചു. പണ്ട് നീ സ്റ്റാർ ആയിരുന്നു അഖിലെ. പണ്ട് നീ സ്റ്റാർ ആയിരുന്നു. ഇപ്പൊ നീ ഫീൽഡ് ഔട്ട് ആയിരുന്നു. ഞാൻ എന്ത് ചെയ്യാനാടാ? നീ എന്തിനാണ് എന്റെ തലക്ക് കയറുന്നത്? നീ എന്റെ തലയിലോട്ട് എന്തിനാടാ കയറുന്നതിന്? ഇനി നീ എന്താ ചെയ്യാൻ പോകുന്ന അഖില? ഇനി നീ അടുത്ത ഒരാഴ്ച നിന്റെ വീട്ടിൽ അരി വാങ്ങാൻ പോകുന്നത് എന്നെ വിട്ടിട്ടായിരിക്കും. ഇതൊക്കെ ഞാൻ മുൻകൂട്ടി കാണുന്നുണ്ട് അഖില. കേക്ക്, ഞാൻ പറയുന്ന കേക്ക്. ഞാൻ പറയുന്ന കേക്ക് ആദ്യം. ഈ ഉഡായിപ്പ് ക്രിപ്റ്റോ നീ ഒരു എടാ നാണം കെട്ടവനെ. എന്തെങ്കിലും തെളിവ് വെച്ചിട്ട് സംസാരിക്കടാ. ഉഡായിപ്പ് ക്രിപ്റ്റോ അല്ലല്ല, ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉഡായിപ്പ് ക്രിപ്റ്റോ. ഒരു തെളിവ്. ക്രിപ്റ്റോ ഞാൻ ക്രിപ്റ്റോയിൽ ആരെ സ്കാം ചെയ്തു അത് പറ. ഉഡായിപ്പ് ക്രിപ്റ്റോ എന്ന് നീ പറഞ്ഞു. ഉഡായിപ്പ് ക്രിപ്റ്റോ എന്ന് പറഞ്ഞു. ഞാൻ ക്രിപ്റ്റോയിൽ ആരെ പറ്റിച്ചു? എടാ നീയില്ലേ ഒന്നും കിട്ടാണ്ടിരിക്കുമ്പോ ഓരോ വാക്കുകള് ജനത്തിന്റെ മുന്നിലേക്ക് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിങ്ങനെ ചർച്ച ആയിക്കോളൂ ഒരു സൈഡിൽ നിന്ന്. നാണം കെട്ട പരിപാടിയല്ല അഖിലെ. പറഞ്ഞോ. ഞാൻ USDT ഇടലുണ്ട്, ഞാൻ മീം കോയിൻസിൽ ഇടലുണ്ട്, ഞാൻ പല കോയിനിലും. ഇതെല്ലാം എന്റെ പേഴ്സണൽ കാര്യമാണ്. ഇത് ഇവിടെ എടുത്തിടേണ്ട കാര്യം എന്താ? ഇതിലെന്താന്ന് ഞാൻ നാട്ടുകാരെ പറ്റിച്ച ഒരു കാര്യം പറ. നാട്ടുകാരെ പറ്റിച്ച ഒറ്റ കാര്യം
ഒറ്റ കാര്യം. അല്ലല്ല PR എടുക്കട്ടെ, PR വിഷയം മാറ്റല്ലേ, തളരല്ലേ മാരാറേ, വിഷയം മാറ്റല്ലേ. ഇപ്പം പറഞ്ഞ കാര്യത്തിൽ തന്നെ പിടിച്ചു നിൽക്കേ. ക്രിപ്റ്റോയില് ഞാൻ ആളെ പറ്റിച്ചു എന്ന് പറഞ്ഞു. ക്രിപ്റ്റോയില് ഞാൻ ആളെ പറ്റിച്ച ഒരു സാധനം നീ പറ. ഞാൻ ക്രിപ്റ്റോയില് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് പോയിട്ടുമുണ്ട്. അതിന് നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? അത് എന്റെ നഷ്ടമല്ലേ? അതിൽ ആൾക്കാരെ പറ്റിക്കുന്ന ഏത് ഘടകമാണുള്ളത് അഖിൽമാരാറെ? അതിൽ ആൾക്കാരെ പറ്റിക്കുന്ന ഘടകം ഏതാണ്? നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി നിന്റെ ഈ തള്ളും നിന്റെ യഥാർത്ഥ അവസ്ഥ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. പറയൂ മാരാറെ, പറയൂ, ആ യഥാർത്ഥ കാര്യങ്ങൾ പറയൂ. നിനക്ക് റൂട്ടറുമായിട്ടുള്ള കോൺട്രാക്ട് പറ. ആ റൂട്ടറായിട്ടുള്ള കോൺട്രാക്ട് നീ അടുത്ത വിഷയത്തിലേക്ക് പോലെ ഒരു വിഷയത്തിൽ നിൽക്ക്. നീ ഓരോ വാക്കുകൾ ജനത്തിന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കലാക്കില്ലേ? ഒരു വാക്ക് പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, റൂട്ടറിന്റെ കോൺട്രാക്ട് പറയൂ. ഞാൻ പറഞ്ഞത് നിനക്ക് നീ കിട്ടുന്ന സ്ട്രീമിംഗിൽ ഇത് ഞാൻ പറയാനുള്ള കാര്യം വെച്ചാൽ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ നീയാണ് എന്റെ കണ്ടന്റ് എന്ന്. നീയല്ല, ഞാനാണ് നിന്റെ കണ്ടന്റ്. അതുകൊണ്ടാണ് നീ എടാ ഫീൽഡ് ഔട്ട് ആയ നീ എങ്ങനെയാടാ എന്റെ കണ്ടന്റ് ആവുക? ഫീൽഡ് ഔട്ട് ആയ നീ എങ്ങനെ എന്റെ കണ്ടന്റ് ആവുക? നിന്റെ വീഡിയോസിന്റെ വ്യൂസും നിന്റെ റീച്ചും നീ തന്നെ പോയിട്ട് നോക്കടാ. നീ എങ്ങനെയാടാ എന്റെ കണ്ടന്റ് ആവുക? ഞാനല്ലടാ നിന്റെ കണ്ടന്റ്. ഇനി എന്റെ പേര് വെച്ചിട്ടല്ല അടുത്ത ഒരാഴ്ച നീ റീച്ച് ഉണ്ടാക്കാൻ പോന്നെ. അടുത്ത ഒരാഴ്ച എന്റെ പേര് പറഞ്ഞിട്ടുള്ള വീഡിയോസിലല്ലടാ നീ അരി വാങ്ങാൻ പോന്നെ. നിന്റെ വീട്ടിലേക്കുള്ള അരി വാങ്ങാൻ പോകുന്ന അടുത്ത ഒരാഴ്ച എന്റെ പേര് വെച്ചിട്ടല്ലടാ. അല്ലേ അതന്നെല്ലാം നടക്കാൻ പോകുന്നത് അഖിലെ. നാളെ നീ ഒരു വീഡിയോ ഇടും, മറ്റന്നാളെ നീ ഒരു വീഡിയോ ഇടും, അതിന്റെ അപ്പുറത്തെ ദിവസം നീ ഒരു വീഡിയോ ഇടും, അല്ലേ? മോനെ ഒരു മിനിറ്റ്, നീ എന്റെ ഒരു മാറ്ററേ അല്ല. നീ ഇവിടുത്തെ ഒരുപാട് വലിയ വലിയ വിഷയങ്ങൾ സംസാരിക്കാൻ നമ്മുടെ നാട്ടിലുണ്ട്. എന്താണ് വലിയ വലിയ വിഷയം? അവസാനം സംസാരിച്ച വലിയ വലിയ വിഷയത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞേ, നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എടാ നീയും ഞാനല്ലോ ഒരേ യൂണിവേഴ്സ് തന്നെയാടാ. നീ എന്തോ വലിയ ഏലിയനാന്ന് വിചാരിക്കുന്നുണ്ടാ നീ? നീ ഒരു നോർമൽ കാർണവർ മൈൻഡുള്ള ഒരു നോർമൽ ഇൻഫ്ലുവൻസർ, അത്രേ ഉള്ളൂ. നീ അത്ര വലിയ ഡിഫറന്റ് ഒന്നും അല്ലാകില്ലേ? നീ ഒരു നോർമൽ, നീയും ഞാനും ഒരേ യൂണിവേഴ്സാ. പിന്നെ എന്താണ് നിന്റെ ആ ഹൈ ഡിമെൻഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. നമ്മളില്ലാത്ത ആ യൂണിവേഴ്സിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. ഓക്കെ, നമുക്ക് അറിവും ബോധവും ഇല്ല. ശരി അഖിൽ മാരാറിന് അറിവും ബോധവുണ്ട്. നിന്റെ ഒരു പേഴ്സണൽ വിഷയത്തിൽ നീ വിളിച്ചിട്ട് ഒരു കാര്യം ചോദിക്കുന്നു, എടുത്തിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാന്നുള്ള എന്റെ മര്യാദ ആയതുകൊണ്ടാണ് ഞാൻ ഈ രാത്രി 11:30 നിന്റെ കണ്ടന്റിന്റെ ഭാഗമാകാൻ. എന്റെ പൊന്നഖിലെ അത്ര മര്യാദ ഉണ്ടെങ്കിൽ ആദ്യം നീ കോൾ എടുക്കുമായിരുന്നു. ആദ്യം നീ ഒന്ന് ആലോചിച്ച് ഇവന്റെ കോൾ എടുക്കണോ? എന്റെ രണ്ടാമത് എന്റെ ലൈവ് തുറന്ന് നോക്കിയിട്ട് എടുത്തില്ലെങ്കിൽ ഞാൻ പേടിച്ചെന്ന് ആൾക്കാർ വിചാരിക്കുമെന്ന് കണ്ടോണ്ട് ആ ചാറ്റിലുള്ള മെസ്സേജ് കണ്ടിട്ടാണ് നീ കോൾ എടുക്കുന്നത്. ആണോ? പാതിരാത്രി 11:30 കിടന്നുറങ്ങുന്ന ഞാൻ ഈ ഫോൺ ആരാ നോക്കിയില്ല. ഞാൻ ലക്ഷ്മിയോട് സൈലന്റ് ആക്കിയേക്കാൻ പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു നീ ഏതൊക്കെയോ വിഷയത്തിലേക്ക് പോയല്ലോ. നിന്റെ ഭാര്യയും നിന്റെ അമ്മായി അച്ഛനും അതെല്ലാം വേറെ വിഷയം. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ജിൻഡോന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിയതിന്റെ തെളിവ് പണം വാങ്ങി നീ അവന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് തന്നെയാണ് ജിൻഡോയെ കോട്ട് പിടിച്ചതെന്ന് ജിൻഡോയുടെ PR ചെയ്ത വിനുവാണ് എന്നോട് പറഞ്ഞത്. വിനു പറഞ്ഞു എന്നുള്ളതാണോ ഒരു തെളിവ്? ഞാൻ പറയുന്നു മജീദ് പറഞ്ഞു അഖിൽ മാരാറ് അനുമോളുടെ PR പൈസ വാങ്ങിയത്. അപ്പൊ ഇതെനിക്ക് പറയാലോ. ഇവിടെ കള്ളത്തരം നീയല്ലടാ പച്ച കള്ളം പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ പച്ച കള്ളം പറഞ്ഞത് നീയല്ലടാ. നീ ഇപ്പൊ എന്തൊക്കെ കളവ് ഇത്ര സമയത്തിനിടയിൽ നീ എന്തൊക്കെ കളവ് പറഞ്ഞു? ഞാൻ ക്രിപ്റ്റോ കാണിച്ച ആൾക്കാരെ ഉടായ്പ കാണിച്ചു എന്ന് പറഞ്ഞു. അതിനെന്ത് തെളിവാ നിന്റെ കയ്യിലുള്ളത്? അതിനെന്ത് തെളിവാണ്? നീ എടാ പോടാന്ന് വിളിക്കാൻ കാരണങ്ങൾ ഉണ്ടായിരുന്നേ. ഞാൻ ആദ്യം സംസാരിച്ചത് എന്താകിലേ? ഞാൻ ആദ്യം എന്താ വിളിച്ചത്? ഞാൻ ആദ്യം അഖിലേട്ടാന്നല്ലേ വിളിച്ചത്. അല്ല, ഞാൻ ചോദിച്ചു അഖിലേട്ടാ ഇങ്ങനെ ഒരു ആരോപണം നിങ്ങൾ പറഞ്ഞു, ഇതിനെന്ത് തെളിവാ ഉള്ളത് ഞാൻ ചോദിച്ചു. അപ്പൊ നിങ്ങൾ തിരിച്ച് വാപ്പാക്കും അതും ഇതൊക്കെ സംസാരിക്കാൻ തുടങ്ങിയപ്പോ അത് ഞാൻ എടാ പോടാ സംസാരിച്ചത്. അതെ ഞാൻ സ്നേഹത്തോടു കൂടിയാണ് ഇത്രയും കാലം സംസാരിച്ചത്. ഇന്ന് എന്നെ കുറിച്ച് കളവ് പറഞ്ഞപ്പോ അത് എനിക്ക് പൊട്ടിയത്. തുപ്പി ഇത് ഞാൻ പറയുന്നത് എനിക്കൊരിക്കലും ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. വ്യക്തിപരമായിട്ട് നിനക്കെതിരെ ഇപ്പോഴൊന്നുമല്ല, മുമ്പ്. അതുകൊണ്ടാണ് പണ്ട് നീ എന്നെ വിളിച്ച സമയത്ത് ഞാൻ വളരെ സ്നേഹത്തോടാണ് നിന്നോട് സംസാരിച്ചത്.
അങ്ങനെ ഓർമ്മയുണ്ടോ? ഞാൻ ഒമാനിൽ നിൽക്കുമ്പോഴാണ് നീ എന്നെ വിളിക്കുന്നത്. ഇന്റർനാഷണൽ സമയത്തും ഞാൻ നിന്റെ റോമിംഗ് കോളാണ് ഞാൻ എടുക്കുന്നത്. കാര്യം ഞാൻ നീ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ഞാൻ നമ്പർ തന്നു, സ്പോട്ടിൽ നീ വിളിച്ചോളാം. ഞാൻ നിന്റെ പേര് വിളിച്ച് സംസാരിച്ചപ്പോഴാണ് നീ പറഞ്ഞ എന്റെ പേരറിയാവൂന്ന് ചോദിച്ചു. ഓർമ്മയുണ്ടായിരിക്കുന്നത്. അത് ഇഷ്ടമുണ്ടായത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ഇപ്പോഴും ഞാൻ ഒരാൾ എന്നോട് പറഞ്ഞ കാര്യം, അപ്പൊ ഞാൻ ഈ ഇന്ന് സംസാരിച്ച മെയിൻ വിഷയം അനുമോൾ വോട്ട് പിടിക്കുകയോ അനീഷിനെ തള്ളിപ്പറയുകയോ ഒന്നും ആയിരുന്നില്ല എന്റെ ഉദ്ദേശം. ഇവിടെ എല്ലാവർക്കും PR ഉണ്ട്, എല്ലാവർക്കും വേണ്ടി വോട്ട് ചോദിക്കുന്നുണ്ട്. അവിടെ അനുമോളെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കേണ്ട കാര്യമില്ല. അനീഷിന് വേണ്ടിയിട്ടും മറ്റുള്ളവർ സംസാരിക്കുന്നുണ്ട്. കാരണം ഇന്ന് തൊപ്പി ഇങ്ങനെ സംസാരിച്ചു. ആ കൂട്ടത്തിൽ ഇന്നലകളിൽ നീ അതായത് ജിൻഡോയ്ക്ക് വേണ്ടി നീ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എന്നോട് വിനു പറഞ്ഞു നീ ജിൻഡോയ്ക്ക് അപ്പൊ അങ്ങനെ പറയണ്ടേ അഖിലേട്ടാ. ആ വീഡിയോയിൽ പറയണ്ടേ ജിൻഡോന്റെ PR-ലുള്ള ഒരാൾ പറഞ്ഞു തൊപ്പി അങ്ങനെ പൈസ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല, ഇതിന്റെ തെളിവൊന്നും എന്റെ കയ്യിലില്ല. അങ്ങനെ പറയണായിരുന്നു, അത് തിരുത്തി പറയണായിരുന്നു. അല്ലാണ്ട് ഇല്ല, ഇത് നമുക്ക് ക്ലാരിറ്റി ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു. ഇപ്പൊ നീ വന്നിട്ട് ലൈവിൽ പറയുക ഞാൻ ആരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടല്ല ചെയ്തത്. എനിക്ക് ജിൻഡോയെ വ്യക്തിപരമായിട്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിൽ അഖിൽമാരാറിന്റെ വ്യൂവേഴ്സിന്റെ ഇടയിൽ അങ്ങനെ ഒരു സാധനം വാർത്ത പരന്നു, തൊപ്പി പൈസ വാങ്ങി എന്നുള്ളത്. ആണോ? ഞാൻ നീ ഇപ്പൊ എന്നെ വിളിച്ചിട്ട് ഇതേപോലെ ബഹളം ഒന്നും വെക്കാതെ തന്നെ ഞാൻ കേട്ടൊരു കാര്യം സത്യമല്ല എന്ന് എന്റെ അടുത്ത് നീ ജെന്യുവിനായിട്ട് പറഞ്ഞാൽ ഞാൻ തന്നെ. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ജെന്യുവിനായിട്ട് പറയുന്നത് അഖിലേട്ടാ. ഞാൻ ഈ പറയുന്നത് അല്ലല്ല, ഇത് കേട്ടോ, ഞാൻ ഈ പറയുന്നത് കളവാണെങ്കിൽ എന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും സംഭവിച്ചോട്ടെ. ബിഗ് ബോസ് ₹1 എൻ്റെ ഉമ്മ സത്യം പടച്ചോനാണ്. ₹1 പോലും ഞാൻ ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റിൽ നിന്നും ഇതുവരെ എൻ്റെ ജീവിതത്തിൽ വാങ്ങിയിട്ടില്ല, ഇനി വാങ്ങുമില്ല. ഓക്കെ, ഇതുവരെ ഞാൻ വാങ്ങിയിട്ടില്ല. അല്ല, 100% എനിക്ക് അതിനകത്ത് സന്തോഷമേ ഉള്ളൂ. കാരണം ഇപ്പം നീ ഇതിനകത്ത് പൈസ വാങ്ങാതെയാണ് നീ പറഞ്ഞതെന്നുണ്ടെങ്കിൽ വിനുവാണ് എന്റെ അടുത്ത് പറഞ്ഞത്. വിനുവിന്റെ നമ്പർ എന്റെ കയ്യിൽ ഇല്ലാണ്ട് ഇപ്പൊ, ഇല്ലെങ്കിൽ ഞാൻ വിനുവിന്റെ നമ്പർ ഉണ്ടോ? വിനുവിന്റെ നമ്പർ ഉണ്ട്, ഞാൻ ഒന്ന് ആഡ് ചെയ്തേ. ഒന്ന് കോളിൽ ആഡ് ചെയ്യേ. അല്ല, അയാൾ അത് പറയുന്നത് എനിക്കൊന്ന് കേൾക്കണം. ഇത് ലൈവിൽ കൊണ്ട് കിടന്ന് ബഹളം വെക്കണ്ട. ഇതുപോലെ ഒറ്റ വോയിസ് റെക്കോർഡ് നീ ഇപ്പൊ എന്നെ വിളിച്ചിട്ട് എനിക്ക് ഒരു വോയിസ് വാട്സപ്പിൽ അയച്ചിട്ടാൻ പറഞ്ഞാൽ അല്ലല്ല, ഇത് സ്റ്റിൽ വിനു എന്ന് പറഞ്ഞ ആള്, ഈ വിനു എന്ന് പറഞ്ഞ ആൾ അങ്ങനെ ഒരു കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തെളിയിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണല്ലോ. അതാ ഞാൻ ഇപ്പോഴും തിരിച്ച് നിന്നോട് പറഞ്ഞത്. നിനക്ക് വ്യക്തിപരമായിട്ട് വിഷമം ഉണ്ടായിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ യഥാർത്ഥത്തിൽ പൈസ മേടിച്ചെന്നാ ലൈവിൽ പറഞ്ഞോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇന്നലകളിൽ നീ എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്നാ ഞാൻ പറഞ്ഞത്. പണം വാങ്ങിയെന്ന് ഞാൻ അതിൽ പറഞ്ഞു, വ്യക്തിപരമായിട്ടുള്ള അറിവുണ്ട്, തൊപ്പി അതിൽ പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പൈസ വാങ്ങിയെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് എന്റെ ഓർമ്മ. അല്ല, പൈസ പറഞ്ഞു എന്റെ വ്യക്തിപരമായ അറിവ് തൊപ്പി പൈസ വാങ്ങി, അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സോഴ്സ് എന്താന്ന് വെച്ചാൽ വിനു ആണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സോഴ്സ് ആരാണ് ഈ വിനു? വിനു എന്ന് പറയുന്ന വ്യക്തിയല്ല. വിനു എന്ന് പറയുന്ന വ്യക്തിയെ വിശ്വസിക്കാൻ പറ്റുന്നല്ല ഞാൻ പറഞ്ഞത്. വിനു എന്ന് പറയുന്ന ജിൻഡോയ്ക്ക് PR ചെയ്ത ഒരാള് നിന്നെ കൊണ്ടത് പറയും. വിനുവിനെ എനിക്കറിയാം. വിനുവിനെ ആദ്യമായിട്ട് ഞാൻ വിനുവിനോട് സംസാരിക്കുന്നത് ജിൻഡോ ആയിട്ട് എന്റെ ലൈവിലേക്ക് വരുമ്പോഴാണ്. അതായത് ജിൻഡോനെ ഞാൻ ജയിപ്പിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം ജിൻഡോ എന്റെ ലൈവിലേക്ക് വരുമ്പോഴാണ് ഈ വിനുവിനെ ഞാൻ കാണുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ട്. അപ്പൊ ഞാനിത് പറഞ്ഞത് അവനടുത്ത് തന്നെ പറഞ്ഞ എന്റെ ക്ലാരിറ്റി വരുത്താം. ഞാനിപ്പോ അവനെ വിളിച്ച് സംസാരിക്കാം. ഞാൻ നിന്റെ നമ്പർ അയച്ചു തരാം. നീ അവനെ ഡയറക്റ്റ് വിളിച്ചു ഒന്ന് ഇപ്പൊ തന്നെ അയക്കാം. ഈ കോളിൽ തന്നെ അയക്ക്. ഞാൻ അയച്ചു. ഞാനിപ്പോ നിനക്ക് ഞാൻ വാട്സപ്പ് ചെയ്തേക്കാം. ഇപ്പൊ തന്നെ. അതായത് അഖിൽമാരാർ പറയുന്നത് വിനു എന്ന് പറഞ്ഞ വ്യക്തി, അതായത് ജിൻഡോന്റെ PR-ന് വേണ്ട ആ സമയത്ത് വർക്ക് ചെയ്ത് വിനു എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയെന്നാണ് പറയുന്നത്. അത് എനിക്ക് തെളിയിക്കണം. അല്ല, ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട്, ഇയാളെ തെളിവുണ്ടാവുമല്ലോ അല്ലെ? ആ സമയത്ത് നമുക്ക് നോക്കാം. പിന്നെ ആ ടൈമുള്ള ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ അച്ചായനും ജിൻഡുമായിട്ട് അത്രയും ആത്മബന്ധമാണ്, മനസ്സിലായി? അവർ അത്രയും ഫ്രണ്ട്ഷിപ്പാന്ന് പറഞ്ഞുകൊണ്ട് അച്ചായൻ എന്നെ അത്രയും നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഈ ജിൻഡോക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കുന്നത്, മനസ്സിലാവും? ജിൻഡോനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ആ സമയത്ത് അച്ചായൻ പറഞ്ഞാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത്. അതിൽ നിന്ന് 10 പൈസ ₹1 പോലും ഞാൻ വാങ്ങിയിട്ടില്ല. ഓക്കെ, വിനു മാർക്കറ്റിംഗ് കിട്ടി. വിനുവിന്റെ നമ്പർ കിട്ടി. ഒരു സെക്കൻഡ്. വിനു ജിൻഡോ PR അല്ല, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നില്ലല്ലോ. അച്ചായൻ വിളിക്കുന്നു. ഹലോ അച്ചായ, ആ വിനു എന്ന് പറയുന്നവനുണ്ടല്ലോ. ഡയറക്റ്റ് വിനുവിനെ വിളി. അച്ചായനെ ആഡ് ചെയ്യാം. വേണ്ട, അച്ചായനെ ആഡ് ചെയ്യും. വിനു കട്ടാക്കുന്ന വിനു എടുക്കുന്നില്ല. നോർമൽ കോളേ.
ബിസി ആരോ വിളിക്കുന്നതാ സ്ക്രിപ്റ്റ് വിനു ആരോ വിളിക്കുന്നത് ഇനി വിനു എടുത്തില്ലെങ്കിൽ ഇത് ഉടായിപ്പാന്ന് മനസ്സിലാവും കാരണം ബിസി കാണിച്ചു ഓൾറെഡി. അനീഷേട്ടനെ വിജയിപ്പിക്കുക. എല്ലാവരും വോട്ട് ചെയ്യാ. 10 minutes left for vote. അനീഷേട്ടൻ അഖിൽ മാരാറിന്റെ ഒരു വീഡിയോ ഉണ്ടോ? എന്താണ് ഞാൻ കഴിഞ്ഞ കൊല്ലം ജിൻഡോക്ക് വേണ്ടിട്ട് PR ചെയ്തത്. ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോ ഇട്ടേനല്ലേ? ഇൻഫ്ലുവൻസേഴ്സോ? അതൊന്നുമല്ല. അഖിൽമാരാണ് പറയുന്നത് ഞാൻ ജിൻഡോക്ക് വേണ്ടി കഴിഞ്ഞ കൊല്ലം വോട്ട് ചോദിച്ചത് ജിൻഡോന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിയിട്ടാണ് വോട്ട് ചോദിച്ചതെന്ന് പറഞ്ഞു. അതിന്റെ തെളിവ് എന്താന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞു വിനു പറഞ്ഞു എന്ന് പറഞ്ഞു. അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? ആ കേട്ടല്ലോ. നമ്മള് പകരം ജിൻഡോന്റെ എക്സ്ക്ലൂസീവ് തൊപ്പിയുടെ ലൈവില് വന്നു. തൊപ്പിന്റെ ലൈവില് ജിൻഡോ, അതിനുശേഷം ജയിച്ചതിന് ശേഷം ജിൻഡോ എന്റെ ലൈവിലേക്ക് വന്നു. ഓക്കെ, 10 പൈസ ആ ഗസ്റ്റ് ആയിട്ട് വരുമ്പോ വിനു ഞാൻ ഒരു കാര്യം ചോദിക്കാം, ഞാൻ എപ്പോഴാണ് നിന്നെ ആദ്യമായിട്ട് കാണുന്നത്? ജിൻഡോ ആ ലൈവിൽ എന്റെ അടുത്തേക്ക് വരുമ്പോ അല്ലേ ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുന്നത്? എനിക്ക് പരിചയം മറ്റേ ഏഞ്ചൽ ക്ലോസിനായിട്ടാണ്. അച്ഛൻ ആണല്ലോ. അഖില് പറഞ്ഞത് അത് നിങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചത് സോർട്ട് ചെയ്തോ. അഖില് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് വിനു തൊപ്പി പൈസ വാങ്ങിയതാ.